ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെവിൻ പോളിയുടെ ഇന്ന് വരെ ഇറങ്ങിയ പടങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ആകെ 2 പടം മാത്രമാണ് ഇഷ്ടപ്പെട്ടുള്ളത്. ഒന്ന് ആക്ഷൻ ബിജു, രണ്ടാമത് നമ്മുടെ ഓം ശാന്തി ഓശാനാണ്. ഓം ശാന്തി ഓശാന വിജയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസ്രിയ അസാധ്യ അഭിനയ കുട്ടിയുടെ മൂപ്പര് പിന്നെ തലയെക്കെട്ടും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ, അതോടെ ഇരിക്കട്ടെ. എന്തായാലും പടം ഗംഭീര പടം. ആ 2 പടത്തിന് ശേഷം ഇന്നവരെ സർവമായ ഒന്നെന്ന് നിങ്ങൾ പറയും, പക്ഷേ സർവമായ ആ പ്രേതം വിജയിപ്പിച്ചതാണ്. പിന്നെ സത്യേണ്ട മോനുള്ളതിൻ്റെ സംവിധാനം അതിലിപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പ്രേതത്തിന് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതാണുള്ളപ്പോൾ ലോക പോലെയുള്ള പടങ്ങളൊക്കെ ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ ബദ്ലഹേമിന് എന്തായാലും നല്ലൊരു പൈസ കുറേ യൂട്യൂബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പട്ടീനെ പഠിച്ചിട്ട് പോത്താക്കണ പരിപാടി തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ലേ, ഒന്നുമില്ല. നമ്മൾ പറയില്ലേ, അരവീണ കാണിച്ചിട്ട് അത് മാണിക്ക് വീണയാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്നത്, പ്രേക്ഷകരെ പറ്റിക്കുന്നത്, ആ ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സത്യസന്ധമായിട്ട് ഒരു പടത്തിനെ വിലയിരുത്തല്ല ചെയ്യുന്നത്. അതിനെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതല്ലേ കാശിൻ്റെ മുകളിൽ പരുന്തും പറഞ്ഞപ്പോൾ പറക്കില്ല എന്ന് പറഞ്ഞില്ലേ, പണത്തിൻ്റെ മുകളിൽ എന്താ പറക്കുക, ഒരു സാധനം പറക്കില്ല. പിന്നെ ഈ പടത്തിലെ കുറേ മൊണ്ണകളുണ്ട്, എല്ലാം മന്ദബുദ്ധികളാണ്, ഒരെണ്ണത്തിന് വിവരമില്ല. അതുകാരണം എല്ലാം മൊണ്ണകളാന്ന് പറയുന്നത്. ഇതിലെ ഈ നമ്മുടെ ഇതിലത്തെ ഒരു കോമഡികളൊക്കെ ഇല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അടിക്കിന് 20 കൊല്ലം മുമ്പ് പ്രേക്ഷകർ കണ്ട കമൻറ്റുകൾ, ഈ ട്വിസ്റ്റുകളെയും അതുപോലെ തന്നെ കൗണ്ടർ അടിക്കുന്ന ഈ മൊണ്ണകൾ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ചിരിക്കാൻ തോന്നുമോ? നമുക്ക് ചിരിക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു നായികയുണ്ട്, നമിത ബൈജു. എന്ത് കണ്ടിട്ടും ഇതിൻ്റെയൊക്കെ അഭിനയിപ്പിക്കുന്ന നമുക്കൊരു പിടുത്തമില്ല. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടാണ് പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കൊണ്ടുപോയി കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണതാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സബ്ജക്റ്റ് മഹാവീക്ക. ഇതൊരു സിനിമ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ OTTയിലേക്ക് ഒരു സിനിമ പിടിക്കാനുള്ള ഒരു സംഭവമുള്ളൂ. അതിനെ കൊണ്ടുവന്ന് പർവ്വതീകരിച്ചിട്ടാണ് ഈ കാണിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നായകൻ നെവിനാണല്ലോ. നെവിനൊരു അനിയനുണ്ട്, അവൻ ടെലിഫിലിമൊക്കെ എടുത്ത് കാർഡ് കളിച്ച് കിടക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അവന് പ്രേമിക്കുന്ന ഒരു പെണ്ണിനെ അവൻ കൊണ്ടുവന്നതിൽ അഭിനയിപ്പിക്കുന്നത്. അതന്നെ ഒരു മഹാവൃത്തികെട്ട ഒരു പോർഷനത്. എന്നിട്ട് അത്രയും ഒരു പോർഷൻ കണ്ടിരുന്നിട്ട് നമുക്ക് അത്രയധികം ബോറടിച്ച ഒരു സംഭവമാണ്. അവൻ്റെ ടെലിഫിലിം എടുക്കലും, അവൻ്റെ ഒരു പ്രേമം, അവൻ്റെ കോളേജിൽ പോണത്, അത് കഴിഞ്ഞ് അവിടെ കോളേജിൽ പോയി അവൻ്റെ ആ പെണ്ണിൻ്റെ മുറച്ചിറക്കം വന്ന് അടിക്കാൻ. അപ്പോഴേക്കും അതിൻ്റെ ഒരു മൊണ്ണയുണ്ട്, ആങ്ങള എന്ന് പറഞ്ഞൊരു മൊണ്ണ. ആ മൊണ്ണ വന്നിട്ട് ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ ഉണ്ടാക്കി ഏതൊരു സമ്മേളനം, എന്താ പറയുക, ടെലിഫിലിമിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിക്കുന്ന നേരത്തുണ്ട് ഈ മൊണ്ണ വന്നിട്ട് എന്താ ചെയ്യുന്നത്, എലിവാണം വിട്ടിട്ടുണ്ട് തല്ലാൻ വരുന്നത് ഒരാളെ. പെങ്ങളവിടെ കട്ടുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നു, വണ്ടിയിൽ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അവൻ്റെ വീട്ടിൽ വന്ന് പെങ്ങളെ എടുത്തുകൊണ്ട് വരുവാണ് നെവിൻ്റെ അനിയനും കൂടിയിട്ട്. അപ്പം ഇൻ്റെ അവൻ കാറിൻ്റെ മുമ്പിൽ കിടക്കുക, എന്നെ കൊന്നിട്ട് കൊണ്ടക്കൊള്ളാന്ന് പറഞ്ഞിട്ട് 32 വാഴത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഓടിപ്പോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ നായകന്മാർ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി, പെങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് 4 കോതറാളിയും കൊണ്ടുവന്ന് നോക്കുക. അതിൻ്റെ എലിവാണം വിട്ടിട്ടുണ്ട്. ഷോർട്ട് ഫിലിം കളിക്കുന്നതിൻ്റെ അവിടേക്ക് എലിവാണം വിട്ടിട്ട് ചെന്ന് നോക്കണത്. അത് കഴിഞ്ഞ് ഇടിയൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പർക്ക് പ്രാന്ത് കയറി. മൂപ്പരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിക്കാരനാണ്, കഥകളിയിൽ എന്തും പറയാമല്ലോ, അങ്ങനെ ഒരു കഥകളിക്കാരനാണ്. അങ്ങനെ ഒരു പ്രേതം കൂടിയിട്ട് മൂപ്പർ ഓടി ചെന്നൊരു കിണറ്റിൽ വീണു. ഇതൊക്കെയാണ് തമാശ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളങ്ങോട്ട് ചെറിക്കണം. പിന്നെ നായിക നാട്ടിൽ നിന്ന് സ്ഥലമൊക്കെ വിറ്റ് ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു റബ്ബർ എസ്റ്റേറ്റിൽ താമസിച്ചു അവിടെ നിന്ന് സ്ഥലമൊക്കെ വിറ്റ് മൂപ്പര് നവീൻ പോളിയുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ചാവാനാവതില്ലാത്ത ഒരു അച്ഛനും ഒരു അഭിനയത്തിൻ്റെ ABCD അറിയാത്ത ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്ന 2 ആൾക്കാർ. അത് കഴിഞ്ഞ് വന്നതോട് കൂടിയിട്ട് നായകനെ കണ്ടോടുകൂടി നായികയ്ക്ക് മനസ്സിലായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നായകനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വയസ്സനാണ്, നായിക വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുക. ഈ നായകനെ കണ്ടോട് കൂടിയിട്ട് മനസ്സിലായി, നായകനെ സ്നേഹമായി, ഇഷ്ടമായി. പിന്നെ നായകനെ തൊട്ട വീടാണല്ലോ, ജനലിലെ കൂടെ നോക്കണ്, അവരങ്ങോട്ട് കാണണ്. അപ്പോഴേക്കും ഒരു ഇല്ലാത്തൊരു കഥാപാത്രം, ഒരു കന്യാസ്ത്രീയുടെ കഥാപാത്രമായിട്ട് ഒരാൾ വരുന്നുണ്ട്, ബിന്ദു പണിക്കർ. ആ വന്ന് പറഞ്ഞു, ഒരു തമ്മിൽ സ്നേഹത്തിലാണ്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. നവീൻ പോളി ആച്ചത് അറിഞ്ഞിട്ടില്ല.
നവീൻ പോളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥയുണ്ട്. അവൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് മരിച്ചു, അതിൻ്റെ വിഷമത്തിൽ നടന്നവൻ കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ അനിയൻ്റെ കഥാപാത്രം ആ പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു കുറേ അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമിത പ്രമോദിനെ പ്രേമിക്കാനായിട്ട് വേറൊരു ബിരുദം നടക്കുന്നുണ്ട്. അത് നവീൻ പോളി ഒരു കൂട്ടുകാരൻ തന്നെ. ഇവരൊരു 4-5 സെറ്റുകളുണ്ട്. ഒരു കാര്യത്തിനുമില്ല, ഒരു അഭിനയം ഒന്നുമില്ലാത്ത കുറച്ച് മൊണ്ണകൾ, കുറച്ച് വേട്ടാവളിയന്മാർ. അതിൽ നല്ലത് നമ്മുടെ സുരേഷ് കൃഷ്ണ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ഡയലോഗുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു മൊണ്ണ നായകനെ സ്നേഹിക്കാൻ നടക്കുന്നത് പണ്ടത്തെ നമ്മളൊക്കെ ജനിച്ച കാലത്ത് സിനിമ കണ്ടു തുടങ്ങിയ കാലത്താണ്. നല്ലൊരു നായിക ഉണ്ടെങ്കിൽ നായകൻ എന്തുണ്ടാവും, വീട്ടിലെ അനിയന്മാർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും, പേരയ്ക്ക മേടിച്ചു കൊടുക്കും, അങ്ങനെ ഐസ് ഫ്രൂട്ട് മേടിച്ചു കൊടുക്കും, എന്നിട്ട് പ്രേമിക്കാൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം കുറേ സാധനങ്ങളൊക്കെ അനിയന് മേടിച്ചു കൊടുത്തിട്ട് എന്നിട്ട് പ്രേമിക്കാൻ നടക്കുന്നത്. എന്നിട്ട് സിനിമയ്ക്ക് പോകുന്ന ഗ്രൂപ്പായിട്ട് ഇതിനൊക്കെ കൂടി തമാശ. വിനയപോട്ട് വന്നിട്ടൊരു കളിയുണ്ട്. എന്തൊട്ട് ഇവനൊക്കെ ഒരു നാണം കെട്ട നടനാണ് കേട്ടോ അവനൊക്കെ. അവൻ വന്ന് കാണിച്ചു കൊടുക്കുന്ന അംഗങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പോൾ എൻ്റെ നായകനും നായിക എല്ലാവരും കൂടിയിട്ട് ഈ ഗോവയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഗോവയ്ക്ക് പോകണം. എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. വെറുതെ ഗോവ പോലും കാണിച്ചെന്നില്ല പ്രേക്ഷകർക്ക്. അങ്ങനെ അവരവിടെ പോയി ആട്ടം പാട്ടം. അതിൻ്റെ ഇടയിൽ ഒരു 7 പാട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഗോവ പാട്ടടക്കം. പിന്നെ കന്നഡ ആണോ തെലുങ്കാണോ ഉറുദാണോ മറാത്തി ആണോ എന്ന് അറിയില്ല. അവസാനം ഒരു പാട്ട്, അതോടുകൂടിയിട്ട് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നായികാരെ അച്ഛനും അമ്മയും അങ്ങോട്ട് പുലിയായിട്ട് മാറുക. ഇവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല. വിനയപോട്ടൊരു അങ്കിളും കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഒരു വീക്കായുള്ളൊരു സംഭവം ആ വീട്ടിൽ. ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ എന്തെല്ലാം രീതിയിൽ കല്യാണം കഴിക്കാം. അപ്പോഴേക്കും അവിടെ സത്യപ്രതിജ്ഞ എഴുതി, ഞാൻ ഇനി ഇവനെ നായകനായിട്ടുള്ള പ്രേമം ഞാൻ ഉപേക്ഷിച്ചു, ഞാൻ അയർലൻഡിലേക്ക് പോകാൻ ശരിയാണ്. അത് കഴിഞ്ഞ് ഇവരെ പ്രേമൊക്കെ മാറ്റി വെച്ച് നായകനെ മൂപ്പര് കണ്ണീരൊഴുക്കി അയർലൻഡിലേക്ക് വിട്ടു. അപ്പം ഇതിൻ്റെ ഇരുന്നൊരു കരച്ചിലുണ്ട് നവീൻ. ആ കരച്ചിൽ കണ്ടപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഞാൻ വിചാരിച്ചു മഴ പെയ്യാന്ന്. അത്ര അധികം കണ്ണീരിങ്ങനെ ഒഴുകി പോവുക. അവൻ്റെ കണ്ണീര് കണ്ടോട് കൂടിയിട്ട് എന്ത് ഊമ്പിയ നായകനാന്ന് നോക്കിയേ. കരയിനിരുന്നിട്ട് നായിക പോയതിനിരുന്ന് കരയായിരുന്നിട്ട് അങ്ങനെ നായകനെ കെട്ടിച്ച് അങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം മുമ്പ് ആദ്യം തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പ്രേമം, ഒളിച്ചോട്ടം, തിക്കും തിരക്കും, അടിയും പ്രാന്തന്മാരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അനിയന് കല്യാണം കഴിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ അനിയന് കല്യാണം കഴിച്ചിട്ട് കുട്ടിക്ക് 5 വയസ്സായിട്ടാവുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സെങ്കിലും ആവാമല്ലോ. അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ നായിക പോയിട്ട് വരുന്നവരെ ഇവിടെ ഇപ്പം കല്യാണം കഴിച്ചിട്ടില്ല. ഇത്രയും പ്രേമമായി തട്ടിക്കൊണ്ടുവന്ന ആൾ കല്യാണം കഴിച്ചിട്ടില്ല. നായിക അവിടുത്തെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിയൊരു ഉദ്യോഗമായിട്ട് കാറിൽ പ്ലെയിനിൽ ഇങ്ങോട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് അങ്ങനെ ഇവർ എല്ലാവരും കൂടി കണ്ട് ചെല്ലണം. ചെന്നോടുകൂടി എല്ലാവരും സെറ്റുകളും ആ ഊള സെറ്റുകളും എല്ലാവരും ഉണ്ട് അവിടെ. ആ ഊള സെറ്റുകളെല്ലാവരും കൂടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളായി, ഇവരങ്ങോട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയായി. അപ്പോഴേക്ക് ഇവരെ കുറേ മെലോ ഡ്രാമ തുടങ്ങി. അപ്പോഴേക്ക് അവിടെ കണ്ണീര് വന്നു. സീരിയൽ നാടകം തുടങ്ങി. സീരിയലുകാർ പോലും ഇവരെ കണ്ടു കഴിഞ്ഞ് ഓടിച്ചിട്ട് തല്ലും. അങ്ങനെയുള്ള കരച്ചിലാണ് ഒരു കാര്യങ്ങൾ. അത് കഴിഞ്ഞോടുകൂടി 2 പേരും കൂടി ഒറ്റ കെട്ടിപ്പിടുത്തുണ്ട്. ആ കെട്ടിപ്പിടിക്കുന്ന നേരത്ത് വേറൊരാൾ നിന്നൊരു ഡയലോഗ് പറഞ്ഞു. ആരാണ്? അനിയൻ്റെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ചേട്ടൻ. അവൻ കുറേ പ്രാന്ത് കളിച്ചാണല്ലോ. അവൻ പറയാം, അല്ല ഇവർ കുടുംബടക്കം വരെ പണി തന്നെയാണോ എന്ന്. അതന്നെ ഞങ്ങളും ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഈ കുടുംബടക്കം ഇങ്ങനെ ഒരു സിനിമയും കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ഈ ഓണക്കാലത്ത് പറ്റിക്കാനായിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാനും ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതോടെ പടം അവസാനിക്കണം കേട്ടോ. പിന്നെ വേറെ നീട്ടിക്കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോഴേക്ക് തന്നെയായി 2 മണിക്കൂറും 30 മിനിറ്റും കഴിഞ്ഞു. പിന്നെ നമ്മൾ ചായക്ക് പടം നിർത്തിയിട്ടും അതിന് കുറേ പരസ്യങ്ങൾ കാണിച്ചൊക്കെ അപ്പോഴേക്കും നമ്മുടെ ഒരു 3 മണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കാശും പോയി കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണത്തിന് നിങ്ങൾ കുടുംബമടക്കം സിനിമയ്ക്ക് പോകണമെങ്കിൽ ഈ സിനിമേനെ അങ്ങോട്ട് ഒഴിവാക്കിയോളൂ. ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ വിശദമായിട്ടൊന്നും കൂടി പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് സിനിമ കണ്ട കാര്യം കാശ് മുതലാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൃഥ്വിരാജിൻ്റെ പടം പോയിട്ട് ഖലീഫ എന്ന് പറഞ്ഞുള്ള പടം പോയിട്ട് കണ്ടോ. പൃഥ്വിരാജ് കണ്ട് വരവ് കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ 20-ാം നൂറ്റാണ്ടിൽ വരണ പോലുള്ള വരവാണ്. ഒരു 1.5 വരവാണ്. അതൊറ്റ വരവ് മാത്രം കണ്ടാൽ മതി നമുക്ക് തിയേറ്ററിൽ നിന്ന് നമുക്ക് കൊടുത്ത കാശ് നമുക്ക് മുതലാവും. ഇത് ഈ ഒട്ടും മുട്ടും അറിയാത്ത പിള്ളേർ ചില കോമഡി കാണിക്കുമ്പോൾ കിടന്ന് കക്ക എന്ന് പറയില്ലേ, അതേപോലെ ഒരു ചെറുക്കിയാൽ എനിക്കിവിടെ കോല് വന്നിട്ട് ഇവിടെ വരെ പിടിച്ചു നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറേ ആൾക്കാർ ഗംഭീര പാടാണ്, ഇതിന് ഓസ്കാർ അവാർഡ് കിട്ടും, ഇന്നവർ ഇതുപോലെ ഒരു ചിരിപ്പടം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നല്ല തള്ളുന്നുണ്ട്. ഇതൊന്നും കേൾക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.